നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പനമ്പള്ളി നഗറിൽ ഫ്ളാറ്റിൽ നിന്ന് നവജാത ശിശുവിനെ റോഡിലേക്ക് എറിഞ്ഞു കൊലപ്പെടുത്തിയ കേസിലെ പ്രതിയായ അമ്മയെ കളമശ്ശേരി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ കടുത്ത വിഷാദ രോഗത്തെ തുടർന്നാണ് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയത്. മനോരോഗ വിദഗ്ധരുടെ അനുമതിയോടെ മാത്രമേ യുവതിയെ ചോദ്യം ചെയ്യാവൂ എന്ന് പോലീസ് അറിയിച്ചു. പ്രസവത്തെ തുടർന്ന് ആശുപത്രിയിലെത്തിയതിനാൽ യുവതി ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല. മനോനില വീണ്ടെടുത്ത ശേഷമേ ചോദ്യം ചെയ്യുകയുള്ളൂ. യുവതിയെ കസ്റ്റഡിയിൽ വാങ്ങിയിരുന്നെങ്കിലും ചോദ്യം ചെയ്യാനായിരുന്നില്ല. തന്നെ പീഡിപ്പിച്ചുവെന്ന യുവതി പറയുന്ന ആളെയും ഇതുവരെ വിശദമായി ചോദ്യം ചെയ്തിട്ടില്ല. ഇയാൾ സംഭവ ദിവസം മുതൽ പോലീസ് നിരീക്ഷണത്തിലാണ്. എന്നാൽ പീഡനമല്ലെന്നും ഉഭയസമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് നടന്നത് എന്നുമാണ് യുവാവ് പോലീസിനോട് പറഞ്ഞത്. എന്നിട്ടും 27 വയസ്സുള്ള സുഹൃത്തിനെതിരെ പരാതി നൽകാൻ 23-കാരിയായ യുവതി ഇതുവരെ തയ്യാറായിട്ടില്ല. അതിനാൽ ഇയാളെ ചോദ്യം ചെയ്യുന്നതിനും പോലീസിന് പരിമിതികളുണ്ട്. പരാതി ഇല്ല എങ്കിൽ അതിജീവിത എന്ന സംരക്ഷണം യുവതിക്ക് ലഭിക്കില്ല. ശിശു മരിച്ചത് ശ്വാസം മുട്ടിയാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. എന്നാൽ എഴുതി കിട്ടിയിട്ടില്ല. യുവതി ശ്വാസം മുട്ടിച്ചതാണോ പ്രസവത്തിൽ സംഭവിച്ചതാണോ എന്നറിയാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കണം. ഗർഭാവസ്ഥയിൽ പൊക്കിൽ കൊടി ചുറ്റി മരിച്ചതാണോ എന്നതും പരിശോധിക്കും. കേസിൽ അമ്മ മാത്രമാണ് നിലവിൽ പ്രതി. കൊലപാതകത്തിൽ പ്രതിയുടെ മാതാപിതാക്കൾക്ക് പങ്കില്ലെന്നും പോലീസ് പറയുന്നു. ഡാൻസറായ തൃശൂർ സ്വദേശിയാണ് ഗർഭത്തിന് ഉത്തരവാദിയെന്നാണ് യുവതി പറഞ്ഞത്. തന്റെ സമ്മതമില്ലാതെയാണ് ലൈംഗിക വീഴ്ച നടത്തിയതെന്നും അവർ പറയുന്നു. യുവതി ഗർഭിണിയായ കാര്യം യുവാവിന് അറിയാമായിരുന്നു. 2 മാസമായി ഇരുവരും പിണക്കത്തിലായിരുന്നു. അതിനാൽ കൊലയിൽ യുവാവിന് പങ്കില്ലെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. എന്നാൽ പീഡനം നടന്നുവെന്ന് യുവതി മൊഴി നൽകിയാൽ യുവാവും അകത്താകും. കുട്ടിയെ റോഡിൽ കണ്ടതോടെ പനമ്പള്ളി നഗറിലെ ഫ്ളാറ്റിലുള്ളവരെല്ലാം പോലീസ് വിശദമായി ചോദ്യം ചെയ്തിരുന്നു. അയൽ സംസ്ഥാനത്ത് പഠിക്കുകയായിരുന്ന യുവതി 1 വർഷം മുമ്പാണ് മടങ്ങിയെത്തി നഗരത്തിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ചേർന്നത്. സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട തൃശൂർ സ്വദേശിയുമായി യുവതി അടുപ്പത്തിലാവുകയായിരുന്നു. ഗർഭം അലസിപ്പിക്കാനാകാതെ വന്നതോടെ കുഞ്ഞ് ജനിച്ചാൽ എന്ത് ചെയ്യണമെന്ന് യുവതി നേരത്തെ മുൻകൂട്ടി തീരുമാനിച്ചിരുന്നു. യുവതി ഗർഭിണിയായത് ആൺ സുഹൃത്തിന് അറിയാമായിരുന്നു. പിന്തുണ ലഭിക്കാത്തത് കടുത്ത മാനസിക സമ്മർദ്ദമുണ്ടാക്കി. എന്നാൽ താൻ ഗർഭിണിയാണെന്ന് മാതാപിതാക്കളോട് പറയാൻ യുവതിക്ക് ധൈര്യവും ഉണ്ടായില്ല. ആൺ സുഹൃത്തുമായി ഉണ്ടായിരുന്നത് ഗാഢപ്രണയമല്ലെന്നും എന്നാൽ ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ ബന്ധം സൂക്ഷിക്കാൻ ആൺ സുഹൃത്ത് തയ്യാറായില്ലെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട്. യുവതിയുടെ വീട്ടിൽ ജോലി ചെയ്തിരുന്ന സ്ത്രീയുടെ വെളിപ്പെടുത്തലും പുറത്തു വന്നിരുന്നു. യുവതി കിടക്കയിൽ നിന്ന് ഇറങ്ങി നടക്കാറുണ്ടായിരുന്നില്ല എന്നും കട്ടിലിൽ ഇരുന്ന് കമ്പ്യൂട്ടർ ഉപയോഗിക്കാറാണ് പതിവെന്നും വീട്ടുജോലിക്കാരി പറയുന്നു. യുവതിയുടെ വീട്ടുകാർ ആരോടും സംസാരിക്കാത്ത പ്രകൃതക്കാരാണ്. 9 വർഷം ആ വീട്ടിൽ ജോലി ചെയ്തിരുന്ന തന്നെ 2 മാസം മുമ്പാണ് പറഞ്ഞുവിട്ടത്. പെൺകുട്ടി ബംഗളൂരുവിൽ നിന്ന് തിരിച്ചു വന്നതിന് പിന്നാലെയാണ് പിരിച്ചുവിട്ടത്. കുട്ടി ഗർഭിണിയാണെന്ന് അറിഞ്ഞിരുന്നില്ലെന്നും ഇവർ പ്രതികരിച്ചിരുന്നു. നവജാത ശിശുവിന്റെ മൃതദേഹം പുല്ലേപ്പടിയിലെ പൊതുശ്മശാനത്തിലാണ് സംസ്കരിച്ചത്. വീട്ടുകാർ മൃതദേഹം ഏറ്റെടുക്കാത്തതിനാൽ പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു സംസ്കാരം. കൊച്ചി മേയർ എം അനിൽകുമാർ അടക്കമുള്ളവർ കുഞ്ഞിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.